കോൺഗ്രസ് മിസ്ലീഡിംഗ് ട്രെൻഡ്സ് ഓൺ പോൾ ബോഡി വെബ്സൈറ്റ്, ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ വലിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദം ചെലുത്തുന്നു എന്നാണ് ഇപ്പോൾ ജയറാം രമേശ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും ഹരിയാനയിലെ പരാജയം BJP മുന്നിൽ തന്നെ കാണുന്നു. പാതി പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. പാതി പൂർത്തിയായി കഴിയുമ്പോഴുള്ള സൂചന ഇതാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ലൈക്ക് ദ ലോക്സഭ റിസൾട്ട്സ്, ദ ഇലക്ഷൻ ട്രെൻഡ്സ് ഇൻ ഹരിയാന ആർ also being deliberately shared slowly on the election commission website. Is the BJP trying to put pressure on the administration എന്ന് ചോദിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ജയറാം രമേശ്. കാരണം അല്പസമയം മുമ്പ് വരെ ഈ ഡിജിറ്റ് ജയറാം രമേശ് പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ പറയാം. ജയറാം രമേശ് പറഞ്ഞിരിക്കുന്നത് 11 റൗണ്ട് വോട്ട് പിന്നെ എണ്ണിയിട്ടുണ്ട് എന്നാണ്. എന്നാൽ ദാറ്റ് ഈസ് നോട്ട് റിഫ്ലക്റ്റഡ് ഇൻ EC വെബ്സൈറ്റ് ആൻഡ് ഓൾ ദീസ് ചാനൽസ്. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. അമിത്ഷാ ECIയുടെ മുകളിൽ പിന്നെ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്, ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ്റെ മുകളിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അതുകൊണ്ട് ഫൈനൽ റിസൾട്ട് വരും വരെ, അത് 3 മണിയായാലും 4 മണിയായാലും ഫൈനൽ റിസൾട്ട് വരുന്നവരെ പ്രവർത്തകരാരും ഈ പറയുന്ന കൗണ്ടിംഗ് സ്റ്റേഷനിൽ നിന്ന് പോകരുത്. ജനവിധി നമ്മൾക്ക് അനുകൂലമാണ്. ട്രെൻഡ് ഈസ് വിത്ത് കോൺഗ്രസിന് അനുകൂലമാണ്. ഇപ്പോൾ നടന്നിരിക്കുന്ന കൗണ്ടിങ്ങിൽ പുറത്തു വന്നിരിക്കുന്ന കണക്കുകൾ ECI, അതായത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, അതിൻ്റെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നില്ല. നാഷണൽ ചാനലുകളും അത് അപ്ഡേറ്റ് ചെയ്യുന്നില്ല. എന്തോ ഒരു ഗെയിം നടക്കുന്നുണ്ട്. ഒരു അറ്റ്മോസ്ഫിയറിനെ വിഷ്യസ് ആക്കാൻ വേണ്ടിയിട്ടാണ് അത് നടക്കുന്നത്. പക്ഷേ വിജയം കോൺഗ്രസിനൊപ്പമായിരിക്കും എന്നാണ്. ഇപ്പം നമ്മൾ അതിൽ നിന്ന് എടുക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ 11 റൗണ്ട് പൂർത്തിയായി എന്നുള്ളതാണ് ജയറാം രമേശ് പറയുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അതിൽ കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ജനവിധിയാണ് ഉണ്ടായിരിക്കുന്നതാണ് രണ്ടാമത്തെ കാര്യം. എന്നാൽ അത് ECIയുടെ സൈറ്റിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. അതിൻ്റെ അർത്ഥം എത്ര രാത്രിയായാലും ECIക്ക്, അതായത് ഇലക്ഷൻ കമ്മീഷൻ ഹാസ് ടു ഡിക്ലെയർ എ റിസൾട്ട്. അത് സംശയമൊന്നുമില്ലല്ലോ. ഇനിയിപ്പം 12 മണിക്കാണെങ്കിലും റിസൾട്ട് പ്രഖ്യാപിച്ചല്ലേ പറ്റുള്ളൂ ഇലക്ഷൻ കമ്മീഷന്. അങ്ങനെയാണ് എങ്കിൽ ഈ പറയുന്ന BJP താഴത്തേക്ക് പോവുകയും കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ജനവിധി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് മറച്ചു വെക്കാൻ കഴിയില്ല. ദേ ഹാവ് ടു ഡിക്ലെയർ ദ റിസൾട്ട്. പക്ഷേ അത് ഇപ്പോൾ അറ്റ്മോസ്ഫിയർ വിഷ്യസ് ആക്കാൻ വേണ്ടിയിട്ടൊരു മൈൻഡ് സൈക്കോളജിക്കൽ ഗെയിമാണ് എന്നാണ് പറയുന്നത്. അതേപോലെ ഒരു പ്രതികരണമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ. ഫിഫ്ത്ത് ഫൗണ്ട് ഡാറ്റ വൈൽ 11 റൗണ്ട്സ് ഹാവ് ബീൻ കൗണ്ടഡ്. അതായത് 11 റൗണ്ടുകൾ പൂർത്തിയായി നേതാക്കൾ തന്നെ പറയുന്നു 11 റൗണ്ടുകൾ പൂർത്തിയായി കഴിഞ്ഞു. പക്ഷേ 6 or 7 റൗണ്ടുകളുടെ ഫലം മാത്രമാണ് ഇലക്ഷൻ കമ്മീഷനിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ trying to put pressure on the local administration by delaying the display and uploading of data in Jammu Kashmir. ജമ്മു കാശ്മീരിൽ പക്ഷേ ലൈവ് ഡാറ്റ കിട്ടുന്നു, ഹരിയാനയിൽ കിട്ടുന്നില്ല. ഒരു കാര്യം നമ്മുടെ നാട്ടിലെ കാര്യം